പേടിപ്പിക്കില്ലേ കേട്ടോ. ഇവിടെ വരുന്നവരെ പേടിപ്പിക്കില്ലേ. അവർക്ക് പേടിയാ. അവരെ പേടിപ്പിക്കുന്ന എന്തിനാ? എനിക്ക് നിന്നെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോഴും ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു വെച്ചത് കണ്ടോ, അത്ര സമയം കൊണ്ട് ആ നേരം അങ്ങ് പോയി. പിന്നെ അവര് വരുവാണെങ്കിലേ അവരെങ്ങനെ അങ്ങ് മാറ്റിയാൽ മതി. എനിക്ക് ഇവിടെ എപ്പോഴെപ്പോഴും ഒരു ലൈവായി ഇത് പോയിക്കൊണ്ടിരിക്കുക, ലോകം മുഴുവൻ കണ്ടോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ അത് എന്തെങ്കിലും മണ്ണ് ഇങ്ങനെ അങ്ങ് വാരി ഇട്ടാൽ മതി കേട്ടോ. ഒന്നും ചെയ്യത്തില്ല. അത്രയും ടൈമും കൂടെ പോവും, അത്ര സമയം ഇതിൽ പോവും. അത് ഓണാക്കി വെച്ചേക്കുക ഞാനിത്. അപ്പൊ അത് എന്റെ സമയം പോവും. ഞാൻ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേ പൈസ തരണ്ടേ. അപ്പൊ പൈസ തരണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് പോകണം, എന്നാലേ പറ്റുള്ളൂ. ഞാൻ പട്ടിയെ ഓടിക്കണം, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്തോട്ടും പറഞ്ഞാൽ ലൈവില് നിൽക്കണം. എല്ലാം കൂടെ എനിക്ക് പറ്റില്ല. അവരൊന്നും ചെയ്യത്തില്ല. നിനക്ക് എന്താടാ, നിനക്ക് ഉറക്കപ്പിച്ചയാണ്. എങ്ങനെ ഇരിക്കുമ്പോഴാണ് കരച്ചില് വരുന്നത്. നല്ല അടി വാങ്ങിക്കും. ആ സമാധാനത്തെ അവിടെ നിന്ന് ജോലി ചെയ്യുക. ഒന്നെങ്കിൽ അങ്ങ് പോ, അല്ലെങ്കിൽ ഇവിടെ കയറി കിടക്ക്. ഞാൻ എന്ത് പറഞ്ഞോണ്ട് വന്നത് വിട്ടു. അവിടുത്തെ മെസ്സേജ് എന്തൊക്കെയാ അവിടെ എഴുതി വെക്കുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അനേക ദൂരെയാണ് ഞാൻ ഇരിക്കുന്നത്. ദൂരെ ഇരിക്കുകയാണ്. അവിടെ എന്താണ് നിങ്ങൾ എഴുതുന്നതെന്നൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോഴെല്ലാരും ഗൂഗിൾ പേയിലേക്ക് വരൂ. നമുക്കിന്ന് ഗൂഗിൾ പേയിൽ സംസാരിക്കാം. അനന്ത നീലിമ ക്രിയേഷൻ. അനന്ത നീലിമ, പുഷ്പ, സുഷിജ, എനിക്ക് ദാനധർമ്മം ചെയ്തിട്ടുള്ളവരാ. അനിത, ഷീന, ജലജ, ബിന്ദു, കൃഷ്ണ, രജനി, സുനിൽ, കൃഷ്ണ, ശാരദ, രജനി, സുനിൽ, ദീപ നായർ, ആർ പ്രിയ, സ്വപ്ന, ജൂബി, മിഥുൻ, ബൈജു, ലാവണ്യ, ആർദ്ര, അർച്ചന, ബിനു, ശ്രീജ, ഷാജി, വിജയൻ, അങ്ങനെ കുറെ ആളുകളുണ്ട്, കുറെ പേരുകളുണ്ട്. അപ്പോ വീണ്ടും നമുക്ക് കളി തുടങ്ങാം. ദാനധർമ്മം ചെയ്യുക. അതിൽ ആരുടെ പേര് വേണം ഇന്ന്?